അവിടെ നിന്ന് അമ്മായി ചേച്ചി പിരാഗിപ്പിച്ചാക്കിയാണ് കൊണ്ടുവന്നത്. ഇന്ന് ഇയാളെ കൊണ്ട് ഞാൻ മുയൽ തീറ്റിക്കോളൂ. അൽഫാം പീസ് കിടക്കണ പോലെ അല്ലേ? അങ്ങനെ നമ്മുടെ അമ്മായി ആദ്യമായിട്ട് മുയൽ ഭക്ഷിക്കാൻ പോകും. സരിതേ വന്നോളൂ, ഇവിടെ എത്തിയിട്ടുണ്ട് സാധനം. കിട്ടിയ വലുതാ ചെറുതാ പോരെ? അവിടെ നിന്ന് അമ്മായി ചേച്ചി പിരാഗിപ്പിച്ചാക്കിയാണ് കൊണ്ടുവന്നത്. ഇന്ന് ഇയാളെ കൊണ്ട് ഞാൻ മുയൽ തീറ്റിക്കോളൂ. ഇതിന്റെ ടേസ്റ്റ് എന്നെ കൊണ്ട് എന്തെല്ലാം തീറ്റിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഞാൻ പറഞ്ഞുതരാം. പട്ടി, പൂച്ച, പാമ്പ്, മുതല, സരിത. അത് കളിക്കി അമ്മായി നോക്കി നെയ്യ്. അമ്മായിയുടെ മുഖം നോക്കിയേ വാളു. മോളെ ഞാൻ പോട്ടെ. ശരി പിക്കാം. അമ്മായി തേങ്ങാക്കൊത്ത് വേണേ. പൂള്, തേങ്ങാപ്പൂള്. ഓ കട്ടിംഗ് പാഡ് ഇപ്പൊ പൊട്ടി. പൊട്ടിയാ? ഞാൻ പറഞ്ഞു. ഞാൻ ആരാ മോള്? ഓ ഞാനെന്നും വീട്ടിൽ ചെന്നാൽ ആനന്ദം കളിയാടും. വാഴയ്ക്കു വളമിട്ടു വെള്ളം കോരും. നല്ല വാഴ വച്ച് നല്ല പോൽ വളമിട്ട് തെല്ലെന്നു സൂക്ഷിച്ചെന്നാൽ 10 മാസം. ഞാനിന്നും വീട്ടിൽ ചെന്നാൽ ആനന്ദം കളിയാടും. വാഴയ്ക്കു വളമിട്ടു വെള്ളം കോരും. എന്നാ എൻ്റെ മോളെ? അമ്മായി വെയിറ്റ് ചെയ്യൂ. കരിയേപ്പിലിരട്ടെ ഞാൻ. എന്ത് കരിയേപ്പിലിരട്ടെ? കറിവേപ്പില ഇടാൻ അവസരം തരാം. അത് വെള്ളം തിളച്ചിട്ട് പോരെ? എന്തിനു കറിവേപ്പിലേ? പിന്നെ കുട്ടി എന്താ ഉദ്ദേശിച്ചേ? അതാദ്യം പറ. കുട്ടി ഒന്നും ഉദ്ദേശിച്ചില്ല.
കൊള്ളാല്ലേ ഇത് എന്ത് കളർ കിടക്കുന്നു ലെയർ 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 ഇട്ടോ അൽഫാം പീസ് കിടക്കണ പോലെ അല്ലേ പാവം പക്ഷെ നമ്മൾ ചിക്കനൊക്കെ തിന്നുമ്പോ ഒരു പാവം തോന്നില്ലല്ലേ അത് സ്ഥിരം കഴിക്കുന്നതുകൊണ്ടായി നമ്മൾ ചെറുതിലേന്ന് ഇത് അധികം കഴിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ആ വെള്ളം കളഞ്ഞിട്ട് ഇത് വെച്ച് മൂടാൻ പറ്റും ഇല്ലെങ്കിൽ നീ പോയി മൂടിയെടുത്തിട്ട് വാ വേണ്ട ഓക്കെ സെറ്റ് ഓക്കെ അയ്യോ കറിവേപ്പില ഇട്ടില്ല എടുക്ക് പൊക്ക് ഞാൻ വന്നപ്പോ ചോദിച്ചു അമ്മായി ഓ നമുക്ക് കഴിക്കാനുള്ള എന്താന്ന് വെച്ചാൽ എടുത്തു വെച്ചോ ഞാൻ ഈ അടുപ്പ് കത്തിച്ചിട്ട് വരാം അമ്മായി ചെല്ലി ശരി മാളൂ അടുപ്പ് കത്തിക്കട്ടെ കുറച്ചുകൂടി ഇടണം എനിക്ക് അടുപ്പ് കത്തിക്ക് അടപ്പ് നിനക്കത് എത്ര തിരക്ക് കൈ വിട്ടു പോയി പോട്ട് അടച്ചോ പക്ഷെ അടുപ്പ് കത്തിക്കണ്ടേ കത്തിക്കണം പിന്നെ അടയ്ക്കാൻ പറഞ്ഞു അത് ഞാൻ കറിവേപ്പില ഇട്ട് കഴിഞ്ഞല്ലോ ശരി പേർക്ക് നിനക്ക് മെച്ചം വന്നിട്ട് ഒരു മധുരവുമില്ല ഒരു എരിവില്ല ഉപ്പില്ല പുളിയില്ല ഒരു ചുക്കുമില്ല മധുരം ഉണ്ടായിരുന്നെങ്കിൽ കൂടി മതിയായിരുന്നു വാങ്ങിച്ചപ്പോ നിനക്ക് അറിഞ്ഞൂടെ തിന്നോക്കിട്ടല്ലല്ലോ വാങ്ങിച്ചേ ഒരെണ്ണം പൊട്ടിച്ച് തരാൻ പറഞ്ഞൂടായിരുന്നു എനിക്ക് വേണ്ട താങ്ക് യു കഴിച്ചോണോ നീ നമ്മൾ ദാനശീലകളാണ് അപ്പുറത്തേക്കുള്ള ചേച്ചിമാർക്ക് കൊടുക്കാം കൊള്ളൂല്ലെങ്കിൽ കൊടുക്കാന്നാ കൊള്ളാലോ നീ ആള് ബാക്കി നൽകിയല്ലേ കാക്കിക്ക് എരിവും പുളിയും ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല കൊണ്ടുവന്നു ആ ശരിയാ വ്യക്തമായി പോയി എന്റെ മാളു അവിടെ നിന്ന് മീൻ പിടിച്ച വല്ലതും കിട്ടുമോ മാളു കിട്ടും കടൽ ഇത്രയും കേറിയില്ലേ എവിടെ വെക്കണം അതെ എവിടെ നിനക്ക് ഇടിക്കാൻ എളുപ്പം എവിടെയാ നല്ല മണമല്ല മാളു എന്താ ഇവിടെ നിക്കണത് ആ ആ ഉള്ളി ഓരോന്നെടുത്തിങ്ങനെ ഒറ്റ ചത ഇറക്കി തീരെ അങ്ങ് ചതച്ചുടക്കരുത് അത് ഇഞ്ചി അത് തീരെ അങ്ങ് ദിവസം ഫുള്ള് വെള്ളിയാ വെള്ളിയോ ആ വെള്ളി ഒന്നുമില്ല നീ ഓരോ ഇടിയിട്ടാ നശിപ്പിക്കരുത് ഓരോ ഉള്ളിയായിട്ടാ ആ അമ്മായി ഓ ആ ചീരച്ചട്ടി കൊണ്ടുവരുമോ കൊണ്ടുവരാലോ വെച്ചോ അമ്മായി അടുപ്പത്തോട്ട് വെക്കട്ടെ അടുപ്പില്? വെച്ചോ കളയല്ലേ മാളൂ കഷ്ടപ്പെട്ടാണ് ഉള്ളി ഉരിക്കണതൊക്കെ ഞാനാണ് ഒഴിച്ചേ ആ അമ്മായി ഓ വെളിച്ചെണ്ണ എടുത്തില്ല അടുത്തോണ്ടിരാം എന്തോന്ന് ചേച്ചി കഷ്ടപ്പെട്ടാണ് എല്ലാം തുരിക്കണേ കളയാ ചെയ്യാറിഞ്ഞൂടെ എന്ത് തൊലിക്കണോ കർമ്മ ബിലീവ് ഇൻ കർമ്മ ശരിയാ മറ്റേ എന്താണ് പണ്ടത്തെ കാലത്ത് പിന്നെ ആ ഇപ്പൊ അപ്പ അതെന്താ കർമ്മ എന്തൊക്കെയാണോ ഞാൻ പറയണേ വെള്ളം പോയിട്ട് എന്തോന്ന് ചേച്ചി ഞാനല്ല അവൾ എന്നെ ചുമ്മായിട്ട് കുറ്റം പറയണ അമ്മായി ഞാൻ എണ്ണ ഒഴിക്കണേ ഇത് കളയണ്ടേ ഇത് കളയാണ്ടിരിക്കണ നീ ഞാനല്ല നിർത്തിയില്ലേ ഇല്ല ഞാനല്ല ചേച്ചി
ഫുള്ളാ? മൊത്തത്തിലിട്ടോ അമ്മായി? ഇട്ടോ ഇട്ടോ. ഏറ്റവും ലാസ്റ്റ് ഇത് ഇടാൻ ഓർമ്മിപ്പിക്കണേ, എപ്പോഴും മറക്കും. എണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ. അവളെ കൊണ്ട് ഒഴിപ്പിക്കണ്ട അമ്മായി, മൊത്തം അമർത്തി കളയോളാം. മതി. ഉപ്പിടണ്ടേ? നോക്കിട്ടിടാം. മുളക് പൊടിയല്ലേ? കണ്ടിട്ട് അമ്മായിക്ക് എന്ത് തോന്നുന്നു? പറയാത്തോണ്ട് മനസ്സിലായി. ഇത് കുരുമുളക് പൊടി. അങ്ങനെ പറയൂ. ഇറച്ചി മസാല കേട്ടോ. മല്ലിപ്പൊടി ഇട്ടമ്മായി ഞമ്മ മല്ലിപ്പൊടി ഇട്ടില്ല. കുരുമുളക് കിട്ടാം. കുരുമുളക് ഇട്ട എരിവുണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം കുരുമുളക് പൊടി പൊടിച്ചു വെച്ചിരിക്കുന്നതായതുകൊണ്ടേ. അല്ല ആദ്യം അതില് കുറച്ചിട്ടില്ല. അല്ല സ്പോട്ടിലല്ലോ പൊടിച്ചത്, ഉടനെ പൊടിക്കുന്നതിന് മാത്രമേ എരിവ് കൂടുതലുണ്ടാവുള്ളൂ. മാറ്റാം. വെച്ചാ എന്ത് അപ്പൊ തുണിയുണ്ട് പൊള്ളിയില്ലേ കൈ? എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അമ്മായി പോയി ആ സ്ട്രോബെറി എടുത്ത് വെച്ചോ ചെല്ലി. ശരി, കഴിക്കോ, അപ്പോഴേക്കും വരാം. ഗ്രേവി എടുത്ത മോള് ഉപ്പുണ്ടാ നോക്കട്ടെ. അമ്മായി മുന്നിട്ട് വന്നതുകൊണ്ട് ഞാനൊന്ന് ഉപ്പ് നോക്കിയതേ ഇല്ല, അല്ലെങ്കിൽ നാഴിക്ക് നാപ്പോട്ടെന്ന് നോക്കണം. ഉണ്ട്. ചിരട്ടാണോ? കരള് ചിരട്ടോ. ചേച്ചി ആയോണ്ടേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? അത് ഞാൻ ഒതുക്കി വെച്ചോ. ഒതുക്കി വെച്ചതിൻ്റെ അല്ലേ പറയാം. സ്ട്രോബെറി കാണാൻ നല്ല ഭംഗി. അത് പുളിപ്പുണ്ടാ? ചെറിയ കുഴപ്പമുള്ളൂ. അയ്യോടാ, ഇത് കഴിക്കുന്ന റാബിറ്റ് അല്ലേ എപ്പോഴും. ഇതൊന്നും ഇണ്ടാണ്ടിരുന്നേ പോയാ അല്ലേ? എപ്പോഴും എന്റെ ചെറുതായി കിട്ടാറുള്ളൂ, നല്ല വലുത് കിട്ടി അല്ലേ? പച്ചയാന്നോ? അത്തപ്പൂക്കൾ ഇടാന്നല്ല, ശരിക്കൊരു പൂ പോലെ ഇരിക്കണം അമ്മായി. പോ അമ്മായി. എന്തായി? പക്ഷെ നല്ല മണമുണ്ട്. നല്ല മണം. പിടിച്ചു വലിച്ചു കൊണ്ടുവരണം. ഉപ്പുണ്ടാ? ആ എല്ലാം ഉണ്ടല്ലോ. ആ കുരുമുളക് എടുത്തേ. എരിവ് മതി, എന്നാലും ഇത്രയേ ഉള്ളൂ.
ആ ഒരു മുയലിന്റെ ഒരു ഇതുണ്ട്. ടേബിൾ റെഡി ആക്കോ മാളു? യാ. വെക്കോ. ഈ വെളിച്ചെണ്ണ എന്നത്തേക്ക് ഒഴിക്കാമല്ലോ അമ്മായി? കുറച്ച് കുറച്ച് കഴിക്കാം. ഇത്തിരി മതിയാ, ഒരുപാട് വേണ്ട. മതി മതി. ഓ അമ്മായി. അയ്യോ ഭാഗ്യം നേരത്തെ വന്നത്, അല്ലേ പെട്ടേന. അങ്ങനെ നമ്മുടെ അമ്മായി ആദ്യമായിട്ട് മുയലിറച്ചി കഴിക്കാൻ പോകും. എന്തായാലും കുറച്ച് വെച്ചാൽ മതി. കുറച്ച് വയ്ക്കും. ആദ്യമായി കഴിക്കുന്നതുകൊണ്ട് മാത്രം. അതെ, ആദ്യമായി കഴിക്കുന്നത് കൊണ്ട് മാത്രം കുറച്ച് വെക്കുന്നു കേട്ടോ. ഇതിന് ഗ്രേവി അധികം ഇല്ല, ഞാൻ വറ്റിച്ച മതി 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 മതി. ശരി. ഫുൾ ടേസ്റ്റ്. മുയൽ ആരും ഇത്രയും വലിയ പീസിൽ ഉണ്ടാക്കില്ല. കുട്ടിയുടെ അഭിപ്രായം എന്താണ് മുയലിനെ കുറിച്ച്? നല്ല അഭിപ്രായമാണ്. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ട് കഴിക്കണോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. വലിയ എരിവൊന്നുമില്ല അല്ല അമ്മായി? എല്ലാം എല്ലാം കറക്റ്റ് ചിക്കൻ്റെ പീസ് പോലെ ഇരിക്കണം അല്ലേ? അൽഫാം പീസ് പോലെ. അതെ അതെ. എല്ല് കടിക്കുമ്പോൾ സൂക്ഷിച്ചോ, വാ പൊട്ടും. ഭയങ്കര മൂർച്ച. പൊത്തല്ലേ? അതാ കട്ടിങ് പാഡിലിട്ടിപ്പം വെട്ടി സൗണ്ട് ഇട്ടപ്പോൾ എനിക്ക് തോന്നും. ഭയങ്കര മൂർച്ച. പാവം ചിക്കൻ. ചിക്കൻ ഇത്രയും മൂർച്ചയൊന്നുമില്ല. അതെ അതെ.